നമസ്കാരം. 2025 ജൂലൈ 26 രാവിലെ 9 AM ശുക്രൻ മിഥുനം രാശിയിലേക്ക് വരുന്നു. അവിടെ വ്യാഴമുണ്ട്. വ്യാഴവും ശുക്രനും ശത്രുക്കളാണെങ്കിലും തമ്മിൽ ആരോഗ്യകരമായ മത്സരമേ ഉള്ളൂ. രണ്ടും ശുഭഗ്രഹമാണ്. അതുകൊണ്ട് ഓക്കെ. അപ്പോൾ ഗുരു ശുക്രയോഗം വരുന്നു മിഥുനം രാശിയിൽ. ഏതൊക്കെ രാശിക്കാർക്കാണ് നേട്ടമുള്ളത് എന്ന് നമുക്ക് നോക്കാം. പൊതുവെ 9 രാശികൾക്കും ശുക്രൻ അനുഗ്രഹം തരുന്ന ഒരു ശുഭഗ്രഹമാണ്. അപ്പോൾ പക്ഷേ ശുക്രൻ മാത്രം അനുകൂലമായിട്ട് കാര്യമില്ല. ബാക്കിയുള്ള ഗ്രഹങ്ങളിൽ ഭൂരിപക്ഷവും അനുകൂലമൊക്കെ ആയെങ്കിൽ അതുകൊണ്ട് ഉള്ളൂ. അപ്പോൾ ഇവിടെ ഞങ്ങൾ 4 രാശിക്കാരുടെ കാര്യം മാത്രമാണ് പറയുന്നത്. ശുക്രൻ മാത്രമല്ല, മറ്റ് ഗ്രഹങ്ങളുടെയൊക്കെ ആനുകൂല്യങ്ങൾ കിട്ടുന്ന, എല്ലാം കൂടി പരമാവധി നേട്ടങ്ങൾ കിട്ടുന്ന 4 രാശിക്കാരെ കുറിച്ചാണ് ഇതിൽ പറയുന്നത്. പിന്നെ പൊതുവിൽ പറയുകയാണെങ്കിൽ ശുക്രൻ ഭൗതിക സുഖങ്ങളെല്ലാം തരും. വ്യാഴം ദൈവാധീനവും ഭൗതിക സുഖങ്ങളെല്ലാം തരും. അപ്പോൾ ഇത് രണ്ടും കൂടെ യോജിക്കുമ്പോൾ തമ്മിൽ ആരോഗ്യകരമായ മത്സരമൊക്കെ ഉണ്ട്. എന്നാൽ തന്നെയും സർവസൗഭാഗ്യവും ഈ 2 ഗ്രഹങ്ങളുടെ യോഗം കൂടിച്ചേരൽ കൊണ്ട് ഉണ്ടാവും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന് ആവശ്യമുള്ള എല്ലാ ഭൗതിക സുഖങ്ങളും ജീവിത സൗകര്യങ്ങളും നൽകുന്ന 2 ഗ്രഹങ്ങളാണ് ശുക്രനും വ്യാഴവും. വ്യാഴത്തിന് ഗുരു എന്നും പേരുണ്ട്. അങ്ങനെയാണ് ഈ ഗുരു ശുക്ര യോഗം എന്നുള്ള പേര് വരുന്നത്. അപ്പോൾ ഏകദേശം 1-2 കാര്യങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടങ്ങൾ പറയാം. ഒന്ന്, വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്. അത് ഡബിൾ എഫക്റ്റാണ്. ഇത് ശുക്രൻ ഓഗസ്റ്റ് 20 വരെയാണ് മിഥുനം രാശിയിൽ നിൽക്കുന്നത്. ഓക്കെ. അപ്പോൾ ജൂലൈ 26 രാവിലെ 9 മണി തൊട്ട് ഓഗസ്റ്റ് 20 വരെ ഈ യോഗം നിലനിൽക്കും. അപ്പോൾ കിട്ടാവുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്, അതായത് പൊതുവിൽ പറയുന്നത്. അപ്പോൾ അത് വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ് മാത്രമല്ല, സമ്പത്ത് എന്ന് പറഞ്ഞാൽ പണം മാത്രമല്ല, മറ്റ് പല ജീവിത സൗകര്യങ്ങളും സമ്പത്തിൻ്റെ പട്ടികയിൽ കൂട്ടാം. ഗൃഹലാഭം, അതുപോലെ തന്നെ വാഹനലാഭം, വസ്ത്രലാഭം, ഇഷ്ടഭക്ഷണ സമൃദ്ധി, ശയനസുഖം. ഈ കാര്യം സമ്പത്ത് കിട്ടിയാൽ മാത്രം പോരല്ലോ, നമുക്ക് ഇച്ചിരി കിടന്ന് ഉറങ്ങിയൊക്കെ വേണം. അപ്പോൾ അതിനെല്ലാം ഈ ഗുരുശുക്രയോഗം പരമാവധി അനുഗ്രഹം തരും. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ബന്ധങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലുള്ള ബന്ധങ്ങളും. പ്രണയബന്ധം, വിവാഹം നടക്കുന്ന ഒരു അവസ്ഥ, വിവാഹം കാത്തു നിൽക്കുന്ന യുവതിയുവാക്കൾക്ക്, അതുപോലെ തന്നെ ദാമ്പത്യ സുഖം. അപ്പോൾ ഇതുപോലുള്ള ബന്ധങ്ങൾ മാത്രമല്ല, സുഹൃത്ത് ബന്ധങ്ങൾ എന്ന് പറയുമ്പോൾ പല രീതിയിലുണ്ട്. ബിസിനസ്സുകാരാകുമ്പോൾ ബിസിനസ് ബന്ധങ്ങൾ, ഉദ്യോഗസ്ഥരാണെങ്കിൽ അവരുടെ ഔദ്യോഗിക ബന്ധങ്ങൾ, ഇതൊക്കെ തന്നെ സുദൃഢമാവുകയും ഊഷ്മളമാവുകയും അതുകൊണ്ട് നേട്ടങ്ങൾ ഒരുപാട് ഇപ്പോഴും ഭാവിയിലുമൊക്കെ നേടാൻ പറ്റും. അതുപോലെ തന്നെ വരുമാന വർധനവ്, ബിസിനസ്സുകാർക്ക് ബിസിനസ് കൂടുതൽ നടക്കും. അതുപോലെ തന്നെ വ്യാപാര ബന്ധങ്ങൾ, അതായത് പുതിയ
പുതിയ സംരംഭങ്ങൾ, ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങാൻ പറ്റും. അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരാണെങ്കിൽ അവർക്ക് പ്രൊമോഷൻ കിട്ടാം, അതുപോലെ ശമ്പളം കൂടുതൽ കിട്ടാം, അതുപോലെ കിട്ടാനുണ്ടായിരുന്ന ആനുകൂല്യങ്ങളൊക്കെ കിട്ടാം. അപ്പോൾ അങ്ങനെ നിരവധി. അതുപോലെ തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശുക്രൻ്റെ ഒരു നേട്ടം കൊണ്ട് കലാസാഹിത്യ രംഗങ്ങളിലും നേട്ടമാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ശുക്രൻ്റെയും വ്യാഴത്തിൻ്റെയും യോഗം കൊണ്ട് പൊതുവിൽ കിട്ടുന്ന നേട്ടങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇനി നമുക്ക് ഓരോ രാശിക്കാരുടെ കാര്യം പറയാം. ആദ്യം ഞങ്ങൾ പറയുന്ന രാശി എന്ന് പറയാം മിഥുനം രാശിയാണ്. മകയിരം അവസാന 2 പാദം, തിരുവാതിര പുണർദം ആദ്യ 3 പാദം. മിഥുനം രാശിക്ക് വ്യാഴം ലഗ്നത്തിൽ തന്നെയാണ് നിൽക്കുന്നത്, ജന്മത്തിലാണ്. അപ്പോൾ അത് അത്ര സുഖകരമല്ല. എങ്കിലും ശുക്രനോട് കൂടി നിൽക്കുമ്പോൾ വ്യാഴത്തിനുള്ള ഒരു പ്രതികൂല ഭാവം കുറച്ച് കുറയും. അത് മാത്രമല്ല, ശുക്രൻ ലഗ്നത്തിൽ 1-ാം ഭാവത്തിൽ നിൽക്കുന്നത് നല്ലതുമാണ്. മിഥുനം രാശി. പിന്നെ ഞങ്ങൾ പറയുന്ന രാശി എന്ന് പറഞ്ഞാൽ കുംഭം രാശിയാണ്. കുംഭം രാശി എന്ന് പറയുമ്പോൾ അവിട്ടം അവസാന 2 പാദം, ചതയം പൂരിട്ടാതി ആദ്യ 3 പാദം. കുംഭൻ രാശിക്കും നേട്ടമാണ്. അവരുടെ 5-ാം ഭാവത്തിലാണ് ഗുരുശുക്ര യോഗം വരുന്നത്. അതുകൂടാതെ അവർക്ക് സൂര്യനും ബുധനും 6-ാം ഭാവത്തിൽ അനുകൂലമായിട്ട് നിൽക്കുന്നു, ബുധാദിത്യ യോഗം. അപ്പോൾ അവിടെയും 2 ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് വരുന്നു. 5-ാം ഭാവത്തിൽ പൂർവ്വപുണ്യ സ്ഥാനത്ത് 2 ഗ്രഹങ്ങൾ വരുന്നു. അപ്പോൾ ഇവർക്ക് പ്രത്യേകിച്ച് ഞങ്ങൾ പറയുന്ന കാര്യം എന്ന് പറയുന്നത് പ്രണയബന്ധം വിവാഹത്തിൽ കലാശിക്കും. അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതം സുഖകരമാവും. അതാണ് പ്രധാനമായിട്ട് പറയാനുള്ള 5-ാം ഭാവത്തിൽ വ്യാഴവും ശുക്രനും ഒക്കെ വന്നാലുള്ള. പിന്നെ മറ്റ് ജീവിത സൗകര്യങ്ങളെല്ലാം, ലൗകിക സുഖങ്ങൾ, ഭൗതിക സുഖങ്ങളെല്ലാം തന്നെ ഇവർക്കും ലഭിക്കും. പിന്നെ ഞങ്ങൾ പറയുന്ന രാശി എന്ന് പറഞ്ഞാൽ ഇടവൻ രാശിയാണ്. കാർത്തിക അവസാന 3 പാദം, രോഹിണി മകയിരം ആദ്യ 2 പാദം. ഇവർക്കും നേട്ടമാണ്. ഇടവൻ രാശിക്ക് ഗുരുശുക്ര യോഗം മാത്രമല്ല, ശനിയും സൂര്യനുമൊക്കെ അനുകൂലമാണ് ഈ പറഞ്ഞ കാലയളവിൽ. ഇന്നിപ്പോൾ ഞാൻ ഇത് ഇടുന്ന ദിവസം എന്ന് പറഞ്ഞാൽ ജൂലൈ 11 11-ന് സൂര്യൻ മിഥുനത്തിൽ നിൽക്കുമെങ്കിലും 26-ാം തീയതി ജൂലൈ 17 കഴിഞ്ഞാൽ സൂര്യൻ കർക്കിടകത്തിലോട്ട് വരും. അപ്പോൾ ഇവർക്ക് അനുകൂലമാണ്. അതിൻ്റെ കൂടെ ശനിയും അനുകൂലമാണ്. ഓക്കെ, അപ്പോൾ ഗുരുശുക്രയോഗം കൊണ്ട് ഇവർക്കും നേട്ടമാണ്. ഇവരുടെ ധനസ്ഥാനത്തേക്ക് 2-ാം ഭാവത്തിലേക്കാണ് ശുക്രനും വ്യാഴവും ഗുരുശുക്രയോഗം രൂപീകരിക്കുന്നത്. അപ്പോൾ വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്, അതാണ് പ്രധാനമായിട്ട് ഇവരുടെ ഒരു നേട്ടങ്ങൾ. അത് മറ്റ് നേട്ടങ്ങൾ ഇവർക്കുണ്ട്. പിന്നെ ഞങ്ങൾ പറയുന്ന രാശി എന്ന് പറയുന്നത് തുലാം രാശിയാണ്. അതിപ്പോൾ തുലാം രാശി എൻ്റെ രാശി ആയതുകൊണ്ട് ഞാൻ പറയുന്നതല്ല, ജ്യോതിഷം പറയുന്നതുകൊണ്ട് ഞാൻ പറയുന്നതാണ്. അല്ലാതെ എൻ്റെ രാശി ആയതുകൊണ്ട് എല്ലാത്തിലും അങ്ങ് നേട്ടമാണെന്നല്ല പറയുന്നത്. അവർക്ക് ഇതാ നോക്ക്, 9 ഗ്രഹങ്ങളും ഈ ദിവസങ്ങളിൽ തുടക്കത്തിൽ, ഇത് ഞാൻ ഗ്രഹനില എടുത്തത് 27-ാം തീയതി, ജൂലൈ 27-ാം തീയതി ഗ്രഹനിലയാണ് എടുത്തത്. അപ്പോൾ അന്നത്തെ ദിവസം, അതായത് ജൂലൈ 27-ാം തീയതി ഉള്ള ആ ഗ്രഹനില വെച്ച് 9 ഗ്രഹങ്ങളും അനുകൂലമാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു, തുലാരാശിക്ക് മാത്രമായിട്ട്. പിന്നെ ഇടയ്ക്ക് പറയട്ടെ, ഈ ജ്യോതിഷമൊക്കെ പറയുന്നതിന് ഇച്ചിരി ദക്ഷിണയൊക്കെ തരണം. അത് ദക്ഷിണ കൊടുത്തില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. എങ്കിലും ഞങ്ങൾ പണമായിട്ട് ചോദിക്കുന്നതിന് പകരം
ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, തുലാം രാശിക്കാരാണ് എൻ്റെ സബ്സ്ക്രൈബേഴ്സിൽ ഭൂരിപക്ഷവും. അതുകൊണ്ടല്ല ഈ തുലാരാശിയെ പൊക്കി പറയുന്നത്. ജ്യോതിഷം പറയുന്നു, ഞാനതങ്ങ് പറയുന്നു, അത്രയേ ഉള്ളൂ. വേറെ ഒന്നും ഞാൻ ചെയ്യുന്നില്ല. 9 ഗ്രഹങ്ങൾ അനുകൂലമാണ് ഈ 27-ാം തീയതി, ജൂലൈ 27. അതായത് 9 ഗ്രഹങ്ങളും അനുകൂലമായിട്ട് വരുന്നത് ജൂലൈ 17, 18, 19, ജൂലൈ 24, 25, 26, 27, 28. അത് ഞാൻ പ്രത്യേകം വീഡിയോ ചെയ്തിട്ടുണ്ട്. അതും കൂടി കാണാൻ ശ്രമിക്കാം. അപ്പോൾ ഇവർക്ക് എല്ലാം അനുകൂലമാണ്. അതിൻ്റെ കൂടെ ഗുരു ശുക്രനും കൂടെ കയറി അങ്ങ് നിൽക്കുകയാണ്. അതും ഭാഗ്യസ്ഥാനത്ത്, 9-ാം ഭാവത്തിൽ ഭാഗ്യസ്ഥാനത്തും കൂടിയാണ് വ്യാഴവും ശുക്രനും അനുകൂലമായിട്ട് വരുന്നത്. അതിൻ്റെ കൂടെ നിരത്തി പിടിച്ച് എല്ലാ ഗ്രഹങ്ങളും മുഴുവൻ 100% മാർക്ക് കൊടുക്കാം ഈ തുലാം രാശിയുടെ ഈ ദിവസങ്ങളിൽ. അതായത് 24-ാം തീയതി തൊട്ട് 28-ാം തീയതി വരെയും, ജൂലൈ 24 തൊട്ട് 28-ാം തീയതി വരെയും. 28-ാം തീയതി ചൊവ്വ മാറും, അത് ശ്രദ്ധിക്കുക. പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ജൂലൈ 28-ന് മുമ്പ് അങ്ങ് ചെയ്ത് തീർത്തോണം. ചൊവ്വ പിന്നെ ഏകദേശം ഒരു 3 മാസത്തേക്ക്, 3 മാസത്തേക്കല്ല, ഏകദേശം 3 മാസത്തേക്ക് പിന്നെ പണിയാണ്. അതും പാപഗ്രഹമായ ചൊവ്വ മാറുന്നുണ്ട് ജൂലൈ 28-ന്. അതിൻ്റെ വീഡിയോ ഞാൻ ഇടുന്നുണ്ട്. ഓക്കെ, എന്തായാലും തുലാം രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങൾ വരികയാണ്. കാര്യം ശുക്രനും കൂടി 9-ാം ഭാവത്തിൽ ഭാഗ്യസ്ഥാനത്ത് അടിപൊളിയായിട്ട് വരികയാണ്. എനിവേ, ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ തീർച്ചയായിട്ടും വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും, കാര്യം ഇത് എല്ലാ രാശിക്കാരും നോക്കുമല്ലോ. അതുപോലെ തന്നെ തുലാം രാശിക്കാരോട് പ്രത്യേകം എനിക്ക് പറയാനുള്ളത് ഇതാണ്. തുലാം രാശിയുടെ മാത്രമല്ല, നിങ്ങളുടെ ലഗ്നം ഏതാണെന്ന് കണ്ടുപിടിച്ചിട്ട് ലഗ്നമായിട്ട് വരുന്ന രാശിയുടെ ഫലം നിങ്ങൾക്ക് അനുഭവവേദ്യമാവും. ഓക്കെ, അപ്പോൾ എൻ്റെ ലഗ്നം എന്ന് പറയുന്നത് കർക്കിടക ലഗ്നമാണ്. കർക്കിടകം രാശിക്ക് ഇപ്പോൾ തീരെ മോശം സമയമാണ്. അപ്പോൾ രണ്ടും കൂടെ ചേർന്ന് എനിക്കൊരു മധ്യമമായിട്ടുള്ള ഫലമേ വരത്തുള്ളൂ. തുലാം രാശിക്ക് വലിയ നേട്ടമൊക്കെ തന്നെ, 9 ഗ്രഹങ്ങളൊക്കെ അനുകൂലമായിട്ടൊക്കെ വരുന്ന സമയമാണ്. എന്നാലും കർക്കിടക രാശിക്ക് നേരെ ഏതാണ്ട് ഡയറക്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഇതാണ്. അപ്പോൾ ഈ സമ്മിശ്രമായിട്ടുള്ള ഫലമേ എനിക്ക് വരത്തുള്ളൂ. അതിൽ തന്നെ ഈ ഇരട്ടി ഭാഗ്യം വരുന്നത് തുലാം രാശിക്കാർക്ക് തുലാം ലഗ്നവും കൂടെ വരുമ്പോഴാണ്. അപ്പോൾ ഡബിൾ എഫക്റ്റാണ്. അപ്പോൾ ആ ലഗ്നം കണ്ടുപിടിക്കാൻ നിങ്ങൾ ജ്യോത്സ്യന്മാർ ആരെങ്കിലുമായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് അത് കണ്ടുപിടിച്ച് ആ രാശി ഏതാണ് ലഗ്നം വരുന്നത് അതും കൂടി നിങ്ങൾ നോക്കുക. ഓക്കെ, അപ്പോൾ വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ, ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ശുഭദിനം.